എന്താ പറയാ, ഞാൻ ഈ തിരക്കായിട്ട് ഓടുമ്പോൾ ഡേറ്റും കാര്യങ്ങളും എല്ലാം ക്ലാഷാണ്. പക്ഷെ അവള് അല്ല, ഈ കുട്ടിയെ വരെ അവളാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം എന്റെ മനസ്സിൽ സോഫ്റ്റാണ്. എന്നെ അടുത്തറിയാത്ത കുറെ നെഗറ്റീവ് ഓളികൾക്കും പിന്നെ അതുപോലെ എനിക്ക് ഉളുപ്പുണ്ടോ പെണ്ണെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഉളുപ്പില്ല എന്നറിയാം. ഉളുപ്പില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ യുവറാണിയാണ് രേണുസുതി എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഉളുപ്പില്ലായ്മ അവർക്ക് അലങ്കാരം തന്നെയാണ്, നമുക്കതിന് തർക്കമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ രേണുസുതിയുടെ ഒരു സ്റ്റോറി ലൈൻ വന്നിട്ടുണ്ട്. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. രേണുസുതി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാൻ സൈഡിൽ വെക്കാം, അത് തന്നെ വായിക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ കണ്ട ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എന്റെ സംശയം ഇതല്ല. അപ്പം അതിന് മുന്നേടായിട്ട് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കൂടെ കൂടുക. അപ്പം ബെല്ലൈക്കൺ കമന്റ് പിന്നെ എന്താണ് ഹൈപ്പ് എന്നിവയൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പൊ ഓക്കെ, അപ്പൊ എനിക്ക് ഇതല്ല ഒരു വിഷയമായിട്ട് തോന്നിയത്. ഇവിടെ കൂടെ നടക്കുന്ന ഒരു ഓൺലൈൻ ചാനൽ ഇതെടുത്ത് ഇവിടെ ഒരു ഫോട്ടോയും അറ്റാച്ച് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, ഇത് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ കമന്റ് അതിനകത്ത് എഴുതിയിരിക്കുന്ന കമന്റ് അല്ല, ഹെഡിങ് അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു പ്രൊമോഷൻ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെന്തിനാണ് ഇത്ര ദാരിദ്ര്യമായി തുടങ്ങിയോ, അതോ രേണു എന്തിനൊക്കെ പേടിച്ചു തുടങ്ങിയോ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ട് രേണു ഇനി ബിസിനസ് പിടിക്കാനുള്ള നട്ടപ്പാച്ചിലാണ്. നമുക്കറിയാം, നമുക്ക് നെഗറ്റീവ് എനർജി എന്നൊന്ന് നിലനിർത്തിക്കൊണ്ട്, അല്ലെ നെഗറ്റീവ് പബ്ലിസിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അടിതെറ്റി ആനയും വീഴുമെന്ന് പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അടിതെറ്റി വീഴുക തന്നെ ചെയ്യും. അപ്പൊ രേണുവിനോട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്, അടിതെറ്റിയ ആനയും വീഴും. പക്ഷെ ഇപ്പൊ തന്നെ കൂടെ നിന്ന കൂട്ടുകാരികളും കുതികാലി വെട്ടി തുടങ്ങി. അവൾമാർക്കും തലയ്ക്ക് വെളിവ് വീണു. അതുകൊണ്ട് അവൾമാർ മാറി നിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രീത്തു പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് റിയാക്ഷൻ ഒക്കെ കൊടുക്കുന്ന കണ്ടു. അതിനുള്ള വള്ളി മിക്കവാറും ശ്രീത്തു തന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള പണിപ്പുരയിൽ അരങ്ങേറുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. അപ്പം അതെന്തായാലും വെക്കട്ടെ. അപ്പം അവിടുത്തെ വള്ളി പിടിക്കട്ടെ, വള്ളിക്കെട്ട് നടക്കട്ടെ. കം ടു ബാക്ക് ദ പോയിന്റ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് രേണുസുതി എപ്പോഴും പറഞ്ഞു നടക്കുന്ന പല്ലവി ഉണ്ടായിരുന്നു, എന്റെ സജിനി ചേച്ചി അവരാണ് എന്റെ സപ്പോർട്ട്. എന്നാൽ ഇപ്പൊ നേരെ കാര്യങ്ങൾ ഉൾട്ടയടിച്ച് വേറൊരു രീതിയിലാണ് പുള്ളിക്കാരി ഇപ്പം പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നു വെച്ചാൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ പറയാ, ഞാൻ ഈ തിരക്കായിട്ട് ഓടുമ്പോൾ ഡേറ്റും കാര്യങ്ങളും എല്ലാം ക്ലാഷാണ്. പക്ഷെ അവള് അല്ല, ഈ കുട്ടിയെ വരെ അവളാണ്. ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് അവളെ പറയാൻ വാക്കുകളില്ല. എന്റെ ഒരു കൂടപ്പുറപ്പ്, എന്റെ മാനേജറായിട്ടല്ല ഞാൻ അവളെ കാണുന്നത്. അവളെന്റെ ഒരു കൂടപ്പുറപ്പ്, എന്റെ സഹോദരി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ടെൻഷൻ അടിച്ചിട്ട് പറഞ്ഞു, എടി നമുക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ എന്തോ ചെയ്യും, ഞാൻ നിന്നെ നോക്കോടി. ഞാൻ പറയാം, വാർത്തപ്പടിക്ക് പോയിട്ടല്ല ഞാൻ. അത്രയും പറയാനുള്ളൊരു മനസ്സ്. അല്ലെങ്കിൽ നിനക്ക് വർക്കില്ലെങ്കിൽ ഞാൻ വേറെ പോകുന്നില്ല, മനസ്സിലായി? അത് അത്രയും പറയാനുള്ളൊരു മനസ്സ് ഏതൊരു മാനേജർ കാണിക്കും, എനിക്കറിയില്ല അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് രേണുവിന്റെ പോക്കുകൾ. ശരിക്കും നമ്മളെ നോക്കിയും ഓൺലൈൻ ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്നവരെ നോക്കിയും ജനങ്ങളെ നോക്കിയുമുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് ഇവർ കാണിക്കുന്നത്. അതുപോലെ ഇപ്പം നമ്മളോട് മാത്രമല്ല, ഇവരുടെ ആരാധകരോടും കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കൊഞ്ഞനം കുത്തലാണ് ഇതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും മോളെ പണി വരുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. എന്നൊന്നും നിനക്ക് ഈ പീരീഡിൽ പിടിച്ച് ഇതുപോലെ എന്നും തന്തയ്ക്കും തള്ളയ്ക്കും വിളി കെട്ടി നിൽക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ ഡബിൾ മീനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ. ഇവർക്കറിയാം ഇവർ ചെയ്യുന്നത് കൂട്ടുന്നതൊന്നും അത്ര നല്ല പ്രവർത്തികളല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉളുപ്പില്ലായ്മയും ഈ എന്താണ് ഇവളൊക്കെ പെണ്ണിന്റെ വർഗത്തിൽ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. എന്ത് കാണ്ടാമൃഗത്തിന് പോലും ഇല്ല ഇത്രയും തൊലിക്കട്ടി. അപ്പം കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും രേണുയുടെ തൊലിക്കട്ടിയും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. കാണ്ടാമൃഗം മാറി നിൽക്കുള്ളൂ. സീരിയസ്ലി ഞാൻ പറയാം, കാണ്ടാമൃഗം മാറി നിൽക്കുള്ളൂ. അപ്പൊ അത്രയും ഒരു ഉളുപ്പില്ലായ്മയാണ് രേണു ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ 1-2 റീലും കാര്യങ്ങളും പുതിയതായിട്ട് വന്നതൊക്കെ ഇവിടെ വെക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ബിഷപ്പിന്റെ ഒരു വിഷയമാണ്. ബിഷപ്പിന്റെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ദേവെന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇവള് കാരണം എന്താണ് ഈ സ്ഥലം വാങ്ങാണ്ട് ഇട്ടിട്ട് പോവുകയാണ്. ഈ വോയിസിനകത്തൊക്കെ എത്രത്തോളം സത്യം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അങ്ങനെ ഒരു ചാനലിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ചാനലും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് രേണുവിന്റെ 2 റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം,
നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ. ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനൊന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വായിട്ട് അലക്കല്ലേ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇത് ഇവരുടെ തന്നെ കൂട്ടുകാരികളെ സജനയും വേറെ ഒരു ടീം കൂടി ഉണ്ട്, അവളെയും കൂടെ കൂട്ടിപ്പിടിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും അവൾമാര് കുതികാലി വെട്ടി എന്നാണ് ഇപ്പൊ കരീഷ്മയാണ് പിടിച്ചുകൊണ്ട് തരുന്നത്. ഇനി എന്താണ് കരീഷ്മയും ഒന്ന് കരുതി ഒരുങ്ങി ഇരുന്നോളാനാണ് നമുക്ക് പറയാനുള്ളത്. നാളെ കരീഷ്മയും തള്ളി പറയും. ഇപ്പൊ ഇവൾമാര് സാഹചര്യം മനസ്സിലാക്കി നൈസായിട്ട് മാറിയിട്ടുണ്ട്. എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം എന്റെ മനസ്സിൽ സോഫ്റ്റാണ്. എന്നെ അടുത്തറിയാത്ത കുറെ നെഗറ്റീവ് ഓളികൾക്കും പിന്നെ അതുപോലെ എനിക്ക് നെഗറ്റീവ് ഇട്ടിട്ട് റീച്ച് കൂട്ടിയിട്ട് പൈസ വരുമാനം കിട്ടുന്ന കുറെ യൂട്യൂബ് ഓളികൾക്കും ഞാൻ വെറും പന്ന സ്ത്രീയായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ നല്ല ആളാണ്, നല്ല സ്നേഹമുള്ള ആളാണ്, നന്ദിയുള്ള ആളാണ്. ആരെയും ഞാൻ ആരെയും മനസ്സുകൊണ്ട് ദ്രോഹിക്കാറില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കാറില്ല. ഒരു കുഞ്ഞുങ്ങളും കഴിക്കേണ്ട ആഹാരത്തിന്റെ അതിൽ നിന്ന് ഞാൻ കൈ പിടിച്ച് ഒരു ആണുങ്ങളുടെയും വലിച്ചു പറിച്ച് ഞാൻ വരുമാനം മേടിച്ച് ഞാൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഓരോ കാലത്ത് ഓരോ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. രേണുസുതി എന്ന് പറഞ്ഞ റീച്ചാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് നല്ല അഹങ്കരിച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിയാണ്, രേണുസുതി എന്ന് പറഞ്ഞാൽ റീച്ച് ഒന്നുമല്ല. രേണുസുതിക്ക് പറ്റുന്ന തംലൈനും ഒക്കെ ഇട്ട് സെറ്റാക്കി രേണുസുതിയെ കാണിക്കുന്ന ഓരോരോ പൊള്ളത്തരങ്ങൾ എടുത്ത് നമ്മൾ പൊളിച്ച് കൊടുക്കുമ്പോഴാണ് അതിന് റീച്ച് കിട്ടുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി എന്റെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അല്ലാതെ ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തുടങ്ങുന്ന എന്റെ വീഡിയോയിൽ 1-2 മിനിറ്റോളം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ലാസ്റ്റ് ഇവളെ കുറിച്ച് എന്തെങ്കിലും മോശം ഇവള് കാണിക്കുന്നത് പൊളിച്ചടുക്കി കൊടുത്ത വീഡിയോസിനൊന്നും എനിക്ക് റീച്ച് എന്ന് പറഞ്ഞ സാധനം അതെന്നെ 2,000-3,000 സംതിങ് കണ്ടേ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് വാസ്തവം. രേണുസുതി കാണിക്കുന്ന എന്ത് പൊള്ളത്തരം കാണിച്ച് തെളിവ് സഹിതം അടിച്ചു പിടിച്ചു കൊടുക്കും. അത് കാണാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന് വ്യൂസ് ഉണ്ട്, അത് തന്നെയാണ് കാരണം. പിന്നെ എന്ന് വെച്ചാൽ ഇവൾ ഈ പറയുന്ന വേർഡ്സ് കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇപ്പം മനുഷ്യർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾ അത്രയും മോശമായിട്ടാണ് നിന്ന് കാണിച്ച് കൂട്ടുന്നത്. ഞാൻ അതിനി പറഞ്ഞ് ഓവറാക്കുന്നില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഈ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻ നടന്ന ഒരു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും അഭിപ്രായം ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ചിത്രണ്ടിക്ക് ബൈ.